ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. മീനാക്ഷിയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിയതിനു ശേഷം ആ സ്ത്രീ നേരെ ഇന്ദ്രജയെ വിളിക്കുകയാണ്. ഇന്ദ്രജ ആ വീഡിയോ തൻ്റെ ഫോണിലേക്ക് അയക്കാനും അതിനുശേഷം മീനാക്ഷിയുടെ ഫോണിൽ നിന്നും ഡിലീറ്റ് ചെയ്യാനും പറയുന്നു. അതുപോലെ തന്നെ അവർ ചെയ്യുകയും സാവിത്രിയോട് വീഡിയോ ഡിലീറ്റ് ചെയ്തെന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന സാവിത്രി സന്തോഷത്തോടെ മനസ്സിൽ പറയുകയാണ്, എൻ്റെ പഴയ പ്രതാപം തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സാവിത്രി പൊട്ടിച്ചിരിക്കുമ്പോൾ മീനാക്ഷി ചോദിക്കുകയാണ്, നിങ്ങൾക്കെന്താ വട്ടായോ? നീ എന്നെ ഒരു ഭ്രാന്തിയാക്കി മാറ്റരുതെന്ന് പറഞ്ഞുകൊണ്ട് സാവിത്രി അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് മണിയമ്മയുടെ വീടാണ്. പെയിന്റ് ചെയ്യുന്ന മൈഥിലിയെ നോക്കിക്കൊണ്ട് മണിയമ്മ പറയുകയാണ്, എൻ്റെ മോൻ്റെ ജീവിതവും ഇതേപോലൊരു യക്ഷിയാ തകർത്തത്. നിന്നെ ഞാൻ ഇവിടിട്ട് ഇഞ്ചിഞ്ചായിട്ട് തളയ്ക്കും. ഞാൻ നിന്നെ കാണിച്ചു തരുന്നുണ്ട്. നിനക്കൊന്നും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ തന്നെ അർഹതയില്ലെന്നും മണിയമ്മ പറയുന്നു. തുടർന്ന് മൈഥിലി ചോദിക്കുകയാണ്, എന്താ അമ്മേ, കുറേ നേരമായല്ലോ, എന്തൊക്കെയോ ആലോചിക്കുന്നു? അല്ല മോളെ, എനിക്കിന്നൊട്ടും വയ്യ. വീട്ടിലെ ജോലികളെല്ലാം അങ്ങനെ തന്നെ കിടക്കുകയാ. അത് മോള് ചെയ്യുമോ എന്ന് ചോദിക്കാൻ ഒരു മടി. അത് കുഴപ്പമില്ലമ്മേ, എല്ലാ ജോലിയും ഞാൻ ചെയ്തോളാമെന്ന് പറഞ്ഞ് മൈഥിലി അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ഇന്ദ്രജ SP ആ വീഡിയോ കാണിക്കുന്നതാണ്. ഞാനാണിത് പുറത്തുവിട്ടതെന്ന് ആരും അറിയാൻ പാടില്ലെന്ന് ഇന്ദ്രജ പറയുമ്പോൾ അതിന് സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിപ്പിച്ചാൽ മതിയെന്ന് SP പറയുന്നു. എപ്പോൾ വേണമെന്നൊക്കെ ഞാൻ സാറിനെ അറിയിക്കാം. സാവിത്രിയെ പിണക്കാൻ പറ്റില്ല. അവൾ ഉണ്ടെങ്കിലേ രാജലക്ഷ്മിയെയും നന്ദിനിയെയും എനിക്ക് തകർക്കാൻ സാധിക്കുമെന്നും ഇന്ദ്രജ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. തൻ്റെ ലാപ്ടോപ്പിൽ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മീനാക്ഷി. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന സാവിത്രി മീനാക്ഷിയോട് തൻ്റെ കാല് തിരുമാൻ പറയുന്നു. എനിക്ക് സൗകര്യമില്ലെങ്കിലോ എന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ മര്യാദയ്ക്ക് തടവി തരണമെന്ന് സാവിത്രി പറയുന്നു. നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് മീനാക്ഷി തൻ്റെ ഫോണെടുത്ത് ആ വീഡിയോ നോക്കുമ്പോൾ അത് മീനാക്ഷിയുടെ ഫോണിൽ ഉണ്ടായിരുന്നില്ല. എന്താ മീനാക്ഷി, നിനക്കൊരു ടെൻഷൻ? എന്നെ ഭീഷണിപ്പെടുത്താനുള്ള വീഡിയോ നിന്റെ ഫോണിൽ ഇല്ലല്ലേ? അയ്യോ, ആ വീഡിയോ കാണുന്നില്ലല്ലോ എന്ന് മീനാക്ഷി പറയുമ്പോൾ പൊട്ടിച്ചിരിക്കുകയാണ് സാവിത്രി. അതെ, ആ വീഡിയോ സ്വാഹ, അതങ്ങ് മാഞ്ഞുപോയി. ആ ഒരു വീഡിയോ വെച്ച് നീ എന്നെയും എൻ്റെ മോനെയും ഒരുപാട് തീ തീറ്റിച്ചില്ലേ. ഇന്നു മുതലേ നിന്റെ ഭാവി അങ്ങ് മാറാൻ പോവുകയാ. നീ എനിക്കിട്ട് തന്നതിനൊക്കെ 100 ഇരട്ടിയായിട്ടേ ഞാൻ നിനക്ക് തിരിച്ചു തരാൻ പോവാ. അമ്മായി, സോറി അമ്മായി എന്ന് മീനാക്ഷി പറയുമ്പോൾ നിന്റെ മൂക്ക് കൊണ്ട് ഞാൻ ചില്ലക്ഷരങ്ങളൊക്കെ എഴുതിപ്പിക്കും, നീ കണ്ടോ എന്ന് സാവിത്രി പറയുന്നു. ഇത് കേൾക്കുന്ന മീനാക്ഷി പറയുകയാണ്, അമ്മായി, ആ വീഡിയോ പോയെന്ന് കരുതി അമ്മായി എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കരുത്. ഒന്നുമില്ലെങ്കിലും ഞാൻ അമ്മായിയുടെ ചേട്ടൻ്റെ മകളല്ലേ. അതുകൊണ്ടേ നിനക്കൊരടി കൂടുതലാണ് കിട്ടാൻ പോകുന്നത്. നീ ഇവിടുന്ന് എന്നേക്കുമായിട്ട് പോകണം മാധവമംഗലത്തേക്ക്, ഇന്ദ്രജയുടെ വീട്ടിലേക്ക്. അതിൻ്റെ അവകാശികൾ ഞാനും രാമേട്ടനുമാണെങ്കിലും തൽക്കാലത്തേക്ക് നീ അവിടെ താമസിച്ചാൽ മതി. എന്തു പറയുന്നു, നിനക്കതിന് പറ്റുമോ? നീ പോകുമോ എന്ന് സാവിത്രി ചോദിക്കുമ്പോൾ ഇത് കേട്ട് വിഷമത്തോടെ നിന്ന മീനാക്ഷി പറയുകയാണ്, ശരി, ഞാൻ പോകാം. ഇത് കേൾക്കുന്ന സാവിത്രി ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഇതേ എൻ്റെ ഓർഡറാ, നാളെ തന്നെ ഇവിടുന്ന് സ്ഥലം വിട്ടോണം. അത്രയും പറഞ്ഞ് സാവിത്രി പോകാനൊരുങ്ങുമ്പോൾ മീനാക്ഷി പറയുകയാണ്, അമ്മായി ഒന്നവിടെ നിന്നേ, ദേ ഇതൊന്ന് നോക്കിയിട്ട് പൊക്കെ എന്ന് പറഞ്ഞ് തൻ്റെ ലാപ്ടോപ്പ് കാണിക്കുകയാണ് മീനാക്ഷി. അതിൽ സാവിത്രി സ്ത്രീധനം ചോദിക്കുന്ന വീഡിയോ മീനാക്ഷി നേരത്തെ തന്നെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ട് സാവിത്രി ഞെട്ടലോടെ നിൽക്കുമ്പോൾ മീനാക്ഷി പറയുകയാണ്, അതെ, തലകറങ്ങി താഴെ വീഴാനൊന്നും നിൽക്കണ്ട, എടുത്തുകൊണ്ട് പോകാനേ ഞാൻ വരില്ല. ഫോണിൽ നിന്നും ആ വീഡിയോ പോയാലോന്ന് കരുതിയേ ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയും അധികം അഹങ്കാരം കാണിച്ചുകൊണ്ട് വരികയാണെങ്കിലേ 100 ഇരട്ടിയായിട്ടായിരിക്കും ഞാൻ തരാൻ പോകുന്നത്. ഞാനേ കുറച്ച് സ്നാക്സ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ വരും. കാശ് കൊടുത്ത് അതിങ്ങ് മേടിച്ചു വെച്ചേക്കാൻ മീനാക്ഷി പറയുമ്പോൾ അതിനെന്താ മോളെ, ഞാൻ മേടിക്കാമെന്ന് സാവിത്രി ചിരിച്ചുകൊണ്ട് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് മണിയമ്മയുടെ വീടാണ്. വീടെല്ലാം തൂത്തുവാരിയതിനു ശേഷം ചോറ് വെക്കുകയാണ് മൈഥിലി. അതേസമയം മണിയമ്മ അങ്ങോട്ടേക്ക് വന്ന് പറയുകയാണ്, മോളെ, എനിക്ക് വയ്യാത്തത് കൊണ്ടാകേട്ടോ. അതൊന്നും സാരമില്ലമ്മേ, അമ്മ എനിക്ക് സ്വന്തം അമ്മയെപ്പോലെ തന്നെയല്ലേ എന്ന് പറഞ്ഞ് മൈഥിലി അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. കാർത്തിയുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് നടത്താൻ സമയമായെന്ന് നന്ദിനിയും രാജലക്ഷ്മി അമ്മയും കൂടി പറയുന്നു. പക്ഷേ നമ്മളൊന്നും പറഞ്ഞാൽ കാർത്തി കേൾക്കില്ലല്ലോ മോളെ എന്ന് രാജലക്ഷ്മി അമ്മ പറയുമ്പോൾ അത് മീനാക്ഷി സമ്മതിപ്പിച്ചോളുമെന്ന് നന്ദിനി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് കാർത്തിയോട് മീനാക്ഷി ഈ കാര്യം പറയുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ എനിക്കറിയാമെന്ന് കാർത്തി പറയുന്നതാണ്. ഇത് കേൾക്കുന്ന മീനാക്ഷിക്ക് സന്തോഷമാകുന്നു. പിന്നീട് കാണിക്കുന്നത് മണിയമ്മയുടെ വീടാണ്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന മൈഥിലിയുടെ അടുത്തേക്ക് ചെന്ന് എന്തു പറ്റിയെന്ന് വൈശാഖ് ചോദിക്കുമ്പോൾ മൈഥിലി പറയുകയാണ്, ഇവിടുത്തെ അമ്മ ഇപ്പോൾ എന്നോടെന്തോ പ്രതികാരം വീട്ടുന്നത് പോലെയാ. ഇവിടെയുള്ള എല്ലാ ജോലികളും എന്നെ കൊണ്ടാ ചെയ്യിക്കുന്നത്. ഒരു സെക്കൻഡ് പോലും എന്നെ വെറുതെ ഇരിക്കാൻ അനുവദിക്കുന്നില്ല. നിനക്കറിയാലോ, എൻ്റെ വീട്ടിലാണെങ്കിലും ചെമ്പകമംഗലത്താണെങ്കിലും ഒരു ജോലിയും ഞാൻ ചെയ്യാറില്ലായിരുന്നു. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറണമെന്ന് മൈഥിലി പറയുമ്പോൾ 2 ദിവസം കൂടി നീ ക്ഷമിക്കാനും നമുക്ക് ഉടനെ തന്നെ മാറാമെന്നും
വൈശാഖ് പറയുന്നു. ഇത് കേൾക്കുന്ന മണിയമ്മ ദേഷ്യത്തോടെ പറയുകയാണ്, അതിന് നിന്നേക്ക് ഇവിടുന്ന് പോകാൻ ഞാൻ അനുവദിച്ചിട്ട് വേണ്ടേ? ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.